നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് വാസ്തുമണ്ഡലം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ആ വാസ്തുപുരുഷൻ ഇരിക്കുന്ന സ്ഥലമാണ് വാസ്തുമണ്ഡലം. എന്താണ് ഈ വാസ്തുമണ്ഡലം? നമ്മൾ വീട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർട്ടിക്കകത്ത് ദിക്കിനനുസരിച്ച് നല്ല കണക്കിൽ തയ്യാറാക്കുന്ന ഒരു സ്ക്വയറാണ്, ഒരു സമചതുരമാണ് വാസ്തുമണ്ഡലം. നല്ല കണക്ക് പൊതുവെ മുറിയാത്ത കണക്കെന്ന് പറയാം. ഇപ്പോൾ 16 കോല് അല്ലെങ്കിൽ 20 കോല്, അങ്ങനെ മുറിയാത്ത കണക്കിൽ വരുന്ന ഒരു സമചതുരം. അത് 20 കോല് ചെറിയ സ്ഥലമാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ വാസ്തുമണ്ഡലത്തിനുള്ളിൽ 45 ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിന് പുറത്ത് 8 ഉണ്ട്. അപ്പോൾ 53 ദേവതാ സങ്കല്പങ്ങളാണ് വാസ്തുമണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ ദേവതകൾ പുറത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും പെരിഫറി 9 ഖണ്ഡങ്ങളായി തിരിച്ചു കഴിഞ്ഞാൽ, ഓരോ ഭാഗവും 9ആയി തിരിച്ചാൽ ഈശൻ മുതൽ ദിതി വരെ ആ ചുറ്റളവ് ഇങ്ങനെ കറങ്ങി, ഈശൻ, പർജന്യൻ, ജയന്തൻ, ഇന്ദ്രൻ, ആദിത്യൻ, സത്യകൻ, വൃഷൻ, അന്തരീക്ഷൻ, അഗ്നി, ഇങ്ങനെ തുടങ്ങി അങ്ങനെ കറങ്ങി വരുന്നത് 32 ദേവതകളും, അതിനുള്ളിൽ 4 ഭാഗത്തായിട്ട് സ്ക്വയറിനുള്ളിൽ 12ഉം നടുക്ക് ബ്രഹ്മാവും. ഇങ്ങനെയാണ് വാസ്തുമണ്ഡലത്തിനുള്ളിൽ ദേവതാ സങ്കല്പങ്ങൾ. ചുറ്റും 8 പേരുണ്ട്. അങ്ങനെ 53 ദേവതാ സങ്കല്പമാണ് ഉള്ളത്. ഇതിനെക്കൊണ്ട് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല വീടുകളിലും വാസ്തു പ്രശ്നം പരിഹരിക്കാനായിട്ട് പോയി ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ശ്രദ്ധിക്കേണ്ടത്, ഈ വാസ്തുമണ്ഡലത്തിൽ രജുക്കൾ, നാഡികൾ എന്ന് പറയുന്ന 2 രീതികളുണ്ട്. ക്രോസായിട്ടും വെലങ്ങനെ വരുന്ന നാഡികളുണ്ട്. ഇത് വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തെ മർമ്മം എന്ന് പറയും. ആ അത്തരം മർമ്മങ്ങളിൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയോ തൂണോ വരാൻ പാടില്ല. അങ്ങനെയാണ് അത് തയ്യാറാക്കുക. അപ്പോൾ അത് മെനക്കെട്ട് പണിയാണ്. അപ്പം അത് വീട് ഒന്നുകിൽ ഈശാനഘട്ടത്തിൽ നീങ്ങി നിൽക്കും, ആ സ്ക്വയറിനകത്ത് കിഴക്ക് വടക്കോട്ട് നീങ്ങിയിരിക്കും, അല്ലെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങിയിരിക്കുക വീട്. അത് എങ്ങനെയാണ് ദർശനം നോക്കിയിട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ആ വാസ്തുമണ്ഡലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാസ്തുവിദ്യപ്രകാരമുള്ളൊരു ചൈതന്യം ആ വീട്ടിൽ കൃത്യമായി കിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തൊരു ചോദ്യം വരും, 2 സെൻറ്റ് 1.25 സെൻറ്റൊക്കെ സ്ഥലത്ത് വീട് എടുക്കുന്നുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യാൻ പറ്റുക? മിനിമം ആ 1.25 സെൻറ്റ് അല്ലെ 2 സെൻറ്റിനകത്ത് ദിക്കിനനുസരിച്ച് വീട് വെക്കാൻ പറ്റും നോക്കണം. അങ്ങനെ ചെയ്ത് ആ വാസ്തുമണ്ഡലം ചെയ്യേണ്ട എങ്കിൽ പോലും അതിൻ്റെ ഗുണമുണ്ടാവും. നമ്മൾ കിടന്നുറങ്ങുമ്പം 6 മുതൽ 8 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങുമല്ലേ, അപ്പം നമ്മൾ ആ ഒരു മുറി ചൈതന്യവത്താണെങ്കിൽ നമുക്ക് ഊർജ്ജം തന്നെ, നമ്മുടെ വൈബ്രേഷൻ തന്നെ മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ വാസ്തുവിദ്യപ്രകാരം വീട് തയ്യാറാക്കുന്നെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ വാസ്തുമണ്ഡലം തീർച്ചയായിട്ടും തയ്യാറാക്കണം. നല്ല വീട് നല്ലൊരു മുറ്റത്തിനകത്ത് കൃത്യമായ കണക്കിലിരിക്കുമ്പം അതുണ്ടാക്കുന്ന ഊർജ്ജ മേഖല വ്യത്യസ്തമായിരിക്കും, നിങ്ങൾക്ക് ഗുണം ചെയ്യും. മനസ്സിലായി കാണുമല്ലോ. പുതിയൊരു അറിവ് വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.